അസ്സലാമു അലൈക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അരിപ്പൊടിയും കഞ്ഞിവെള്ളവും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. സാധാരണ നമ്മൾ കിണ്ണത്തപ്പമൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂറായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ഈ തെളിനീര് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടിരിക്കുന്ന ഈ ഒരു കഞ്ഞിവെള്ളമാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അപ്പോൾ ഇതൊരു 2 കപ്പാണ് നമുക്കിതിലേക്ക് വേണ്ടത്. 2 കപ്പ് അളന്നിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് കഞ്ഞിവെള്ളം ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 കപ്പ്, അതായത് 250 ml തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കണം. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലും കൂടെ ഞാൻ ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ മട്ടേരിയുടെ കഞ്ഞിവെള്ളമാണ്. ചാക്കരിയുടെ കഞ്ഞിവെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഈ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അരിപ്പൊടിയാണ്. സാധാരണ നമ്മൾ ഇടിയപ്പവും പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടി തന്നെ. അരിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളിതൊന്ന് അരിച്ചിട്ടെടുക്കുന്നതാണ്. ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ അരിച്ചൊന്ന് ഊറ്റി കൊടുക്കുകയാണ്. ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കിയിട്ടെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഒരു 6-7 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കിത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുറുകി കിട്ടും. ഇതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാരയായിട്ട് മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയാണ്. അതൊരു 1.5 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇളക്കി നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാരയും കൂടി ചേർത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് വരും, കാരണം പഞ്ചസാര ഉരുകി വരുമ്പോഴത്തേക്കും. അതിനുശേഷം നന്നായിട്ട് തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ നമുക്കിത് കുറുകി കിട്ടും. മധുരം സ്വല്പം കുറവായതുകൊണ്ട് തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ അത്യാവശ്യം ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയോ നെയ്യോ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4.5 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 4.5 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാതെ ഇതുപോലെ ഓരോ ടേബിൾ സ്പൂൺ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നെയ്യ് ഒരുപാടായി പോയാൽ കഴിക്കാൻ ആ നെയ്യുടെ ഒരു കുത്തലുണ്ടാവും. അതുകൊണ്ട് 4.5 ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ്. ഈ ഒരു സമയത്തൊക്കെ മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 25 to 30 മിനിറ്റ് ആണ്. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ ചെറിയതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ബദാം ഇതുപോലെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു 25-30 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ കുറുകി കിട്ടും. നന്നായിട്ട് ഈ പാനിൽ നിന്നൊക്കെ വിട്ട് ഈ പാനിൻ്റെ അടിവശം നന്നായിട്ട് കാണാൻ പറ്റുന്ന ഈ ഒരു പരിവായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. ഏത് പാത്രത്തിലാണ് നമ്മളിത് സെറ്റാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ആ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് തൂത്ത് കൊടുക്കുക. നെയ്ക്ക് പകരം ഓയിൽ വേണമെങ്കിലും തൂത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാൻ ഇതിൽ നെയ്യ് തൂത്ത് കൊടുത്തിട്ടുണ്ട്. മുറിക്കുന്ന സമയത്ത് അതിൻ്റെ മുകൾ ഭാഗം കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെളുത്ത എളുതുള്ളൊന്ന് വെതറി കൊടുക്കുകയാണ് കേട്ടോ.
അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ ചെറിയതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് പിസ്ത ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇനി നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഈ മുകൾ ഭാഗം നമുക്ക് കറക്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കണം. എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുന്നത്, അതിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ലെവലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിവിടെ ഞാൻ കറക്റ്റ് ഈ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതൊരു 3 മണിക്കൂർ നേരത്തേക്ക് ഇതുപോലെ ഒന്ന് വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നന്നായിട്ട് അതിൻ്റെ ചൂടൊക്കെ ആറി ഒരു 3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ നമുക്കിത് ഉറച്ചിട്ട് കിട്ടും. അപ്പോൾ ഇതൊരു 3 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടില്ല, നല്ല പോലെ തന്നെ നമുക്കിത് ഉറച്ച് കിട്ടിയിട്ടുണ്ട്. ഹൽവ എന്ന് വേണമെങ്കിൽ നമുക്കിതിന് പറയാം, പക്ഷെ ഹൽവയുടെ അത്ര ഒരു കട്ടി ഇതിന് വരത്തില്ല. അതിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്. ശരിക്കും നമ്മൾ കിണ്ണത്തപ്പമൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്. അതുപോലെ നല്ല രുചിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ലൊരു വിഭവമായിട്ട് കാണാം.